പോയി മക്കളെ, ഞാൻ ഈ ഒരു കേക്കും കൊണ്ട് പെട്ടുപോയി. ഈ കേക്ക് നിങ്ങൾ നല്ല വൃത്തിക്ക് നോക്കിക്കോട്ടെ, ഇതാണോ ഭംഗി മറ്റേതാണോ ഭംഗി എന്നുള്ളതൊന്ന് പറയുക. കസ്റ്റമർ പറഞ്ഞു തന്നത് കേട്ടതിൻ്റെ വന്നതൊരു മിസ്റ്റേക്കാണ്, അറിഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കില്ലല്ലോ. അങ്ങനെ കേക്കെല്ലാം ചെയ്ത് കൊടുത്ത് കസ്റ്റമറിന് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു മക്കളെ. അന്നേരം കസ്റ്റമർ എന്നോട് പറഞ്ഞത് ഈ മണ്ണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇടാനല്ല, അത് നടുക്കോട്ട് ഇട്ടിട്ട് അവിടെ പേര് വെക്കാനാണ് പറഞ്ഞത്, ഫ്രണ്ട് ഭാഗം പ്ലെയിൻ ആയിട്ട് ഇടണം എന്ന് പറഞ്ഞു. പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് പോയിട്ട് ഒരു കണക്കിന് ഞാൻ വൈറ്റ് ക്രീം തേച്ച്. അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റും ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്തതാട്ടോ. അപ്പം അങ്ങ് ഞാൻ വേഗം തന്നെ ഒരു കണക്കിന് പഠിച്ചോനെയൊക്കെ വിളിച്ചതാണ്, ഇതേപോലെ ക്രീമൊക്കെ തേച്ച് വെച്ചിട്ട് അവിടെ ഒരു ഓളം പോലെ കൊടുത്തു. എന്നിട്ട് ഞാൻ കസ്റ്റമറിന് ഫോട്ടോ ഇട്ടപ്പോൾ അവർ പറഞ്ഞു അല്ല, അത് ഫിനിഷിങ് ആക്കി തരണം, വൈറ്റ് നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല, എനിക്ക് പാലറ്റ് നൈഫ് അങ്ങോട്ട് ഓടിച്ച് വിടാനായിട്ട് പറ്റില്ല, ഇത്രയും ഫിനിഷിങ്ങേ പറ്റുള്ളൂ. കാണിച്ച ഫോട്ടോയിൽ ഈ മണ്ണ് നമ്മളോട് ഫുള്ളായിട്ട് നിരത്തിയിട്ട് പ്ലെയിൻ ആയിട്ട് ഇടാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡിസൈൻ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. എന്തായാലും കേക്ക് കൊണ്ട് അവർ സന്തോഷമായി, ഹാപ്പിയായി.